എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചെമ്മീൻ ബിരിയാണിയാണ്. നമ്മുടെ കാറ്ററിംഗിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി കൂടിയാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ കഴിക്കാനാണെങ്കിലോ സൂപ്പർ ടേസ്റ്റുമാണ്. ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന നെയ്യും എണ്ണയുടെയൊക്കെ അളവ് കൂടുമ്പോഴാണ് ഇതിന് വളരെ തന്നെ സ്വാദ് കിട്ടുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബിരിയാണിയിൽ അധികം എണ്ണയൊന്നും തന്നെ ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ്. നമ്മുടെ വീടുകളിലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടാറ് ബിരിയാണി കൂടിയാണ്. നമ്മളിന്ന് ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെയുള്ള എന്തുകൊണ്ടും ഈ ഒരു ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്ക് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് കട്ട തൈര്, 1/4 ടീസ്പൂൺ അളവില് വെളുത്തുള്ളി പൗഡർ കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി പൗഡറിന് പകരമായിട്ട് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഓരോ ചെമ്മീനും എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ മുഴുവനും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വശം പാകമായി വരുമ്പോൾ നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. തൈരെല്ലാം കുഴച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചെമ്മീൻ കഴിക്കാൻ പറ്റുന്നതും. അങ്ങനെ എല്ലാ ചെമ്മീനും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം കൂടെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും ചെമ്മീൻ കോരി മാറ്റാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു വശവും കൂടെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചെമ്മീനെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അധികം ഒന്നും ഓവർ കുക്ക് ആയിട്ടില്ല. ഇത്രയും തന്നെ മതിയാകും. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസാല തയ്യാറാക്കി എടുക്കാനുള്ള ചേരുവകൾ നമുക്കൊന്ന് എടുത്ത് വെക്കണം. ഇതിനായിട്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് എടുത്തു വെച്ചിരിക്കുവാണ്. 2 തക്കാളി, 1 ബോൾ വെളുത്തുള്ളി, പിന്നെ വേണ്ടത് 1 കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായ 5 പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുത്ത് വെക്കാം. അതുപോലെ തക്കാളി കട്ട് ചെയ്ത് വെക്കണം. ഈ 3 സവാള കട്ട് ചെയ്ത് വെക്കാം. ഇത് വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് പെരുംജീരകം, 2 കഷ്ണം കറുവപ്പട്ട, ഒരു കുഞ്ഞു തക്കോലം, ഒരു 5 ഏലക്കായ, ഒരു ചെറിയ ജാതിപത്രി, ഒരു 4 കറിയാമ്പൂ ഇത്രയും ചേർത്തിട്ട് വേണം കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് തന്നെ ബിരിയാണി റൈസ് 750 ഗ്രാം അളവ് എടുത്തിട്ടുണ്ട്. അരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് കുതിർത്തി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെല്ല ബസുമതി റൈസാണ് കേട്ടോ. മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കഴുകി കുതിർത്തി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മസാലകൾ, പച്ചമുളക് ചേർത്ത് ചതച്ചതാണ്. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച മസാല കൂട്ടി ചേർത്താണ് ചതച്ചെടുത്തിട്ടുള്ളത്. ചതച്ച മസാലയിൽ നിന്നും 1 ടീസ്പൂൺ അളവില് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മസാലകള് നല്ലപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. മസാലകൾ ഇപ്പോൾ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർക്കാം. സവാളയും ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴച്ചെടുക്കാം. സവാള സോഫ്റ്റ് ആയിട്ട് വാടിയാൽ മാത്രം മതിയാകും. അധികം ഒന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചളവിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇനി സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ചത് സവാള നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച
2 തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. തക്കാളിയും ചേർത്ത് 1 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും മൂടി തുറന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്തും ചെറിയ തീയിൽ തന്നെ വെച്ചാണ് നമ്മുടെ പാചകം. വീണ്ടും ഒന്നുകൂടെ തക്കാളി വെന്ത് കിട്ടാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇപ്പോൾ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർക്കാം. 2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടെ ചേർക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈരും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തൈരും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. മസാല ചെറിയ തീയിലിരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് റൈസ് വേവിക്കാൻ അടുപ്പിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം. റൈസ് വേവിക്കാനായിട്ട് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുള്ളതാണ്. കൂടെ തന്നെ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഏലക്ക, 1 നുള്ളു സജീരകം, 1 കുഞ്ഞു കഷ്ണം തക്കോലം, കുറച്ച് ഓയില്, 2 ചെറിയ ബേ ലീഫ്, ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കുന്ന ബിരിയാണി ഗ്രേവിയുടെ പാകം ഒന്ന് നോക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഇടുന്ന പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാഷ്യൂസ് വേണമെങ്കിൽ അരച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് നാളികേരമെങ്കിലും അരച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ നാളികേരവും കാഷ്യൂസും ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി അരി വേവിക്കാനുള്ള വെള്ളവും തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് റൈസിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർക്കുവാണ്. ഇനി റൈസ് ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന റൈസിലേക്ക് 1 പിടി മല്ലിയില, പുതിനയില കട്ട് ചെയ്തത് ചേർക്കാം. ചോറ് വേവിക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. റൈസ് വെന്ത് വരാനായിട്ട് ഒരു 7 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബിരിയാണി ഗ്രേവി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല പോലെ തന്നെ പാകമായി വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ല പോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ മൂടി വെച്ച് കൊടുക്കണം. ഈ ഒരു പാകമായാൽ ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു മസാലയുടെ ഗ്രേവിയുടെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് 1 നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം. അങ്ങനെ ഗ്രേവി മുഴുവനും ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. റൈസും നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. റൈസ് കോരിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുള്ള അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം വെള്ളം ഒന്നും ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ചോറ് 2 തവി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളത്തിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് റൈസ് അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. റൈസിൽ നിന്നും ഒരു 3 തവി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. റൈസിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരേ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് സെർവ് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. ഗ്രേവി വെച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിന്റെ മേലിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനും ഇതിന്റെ മേലെയായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച കാഷ്യൂസ്, റൈസിൻസ്, സവാള ഫ്രൈ ചെയ്തത് കൂടെ ചേർക്കാം. കുറച്ച് നെയ്യ് ഇതിന്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കൈവശം ഇതുപോലൊരു രമ്പയില, അതുപോലെ ബിരിയാണി കൈതോല ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ഇങ്ങനെ കെട്ടിയതിന് ശേഷം റൈസിലേക്ക് ഒന്ന് താത്തി വെച്ച് കൊടുക്കാം. വീണ്ടും ഇതിന്റെ മേലെയായിട്ട് അല്പം ബിരിയാണി മസാല പൊടി കൂടെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ദമ്മായി വരട്ടെ. നമ്മൾ ബിരിയാണി ഗ്രേവി ചേർത്തപ്പോൾ പകുതി അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈസ് വിളമ്പുന്ന സമയത്ത് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമായിട്ട് വന്നാൽ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി നല്ല പോലെ ദമ്മായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്യാനും പോകുന്നത്. ഇനി നമ്മുടെ ബിരിയാണി അടി ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാവുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെയും വീണ്ടും കാത്തിരിക്കുക.